കീരിയും പാമ്പും ജന്മശത്രുക്കളാണെങ്കിലും നമ്മുടെ പാമ്പിന്റെ ഏറ്റവും വലിയ നിലവിലെ പേടി സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കര സർ പദവി നൽകി ആദരിക്കുന്ന ഒരാളെ ഇപ്പോൾ നിലവിലുള്ളൂ. അത് നമ്മുടെ പൂച്ച സാറാണ്. നമ്മുടെ പൂച്ച സാറിന് ഈ പാമ്പിനെ എപ്പോൾ കണ്ടാലും പുല്ല് വില പോലും കൊടുക്കില്ല. മൂപ്പർക്ക് ഒരു തരത്തിലുള്ള പേടിയും കാണില്ല. പകരം നേരെ ചെന്ന് ഏറ്റുമുട്ടും. എന്തുകൊണ്ടാണ് പൂച്ചയ്ക്ക് പാമ്പിനെ പേടിയില്ലാത്തത്? എങ്ങനെയാണ് പൂച്ച പാമ്പിനെ കൊല്ലുന്നത്? ഇന്ന് നമുക്ക് ഈ ഒരു രസകരമായിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പൂച്ച സാറിന് പാമ്പിനെ പേടിയില്ലാത്തതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ട്. ആദ്യത്തേത് അവയുടെ അവിശ്വസനീയമായിട്ടുള്ള പ്രതികരണ വേഗതയാണ്, അതായത് റിയാക്ഷൻ സ്പീഡ്. നമ്മുടെ പാമ്പിൻ്റെ റിയാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 44 മുതൽ 70 മില്ലി സെക്കൻഡാണ്. എന്നാൽ നമ്മുടെ പൂച്ച സാറിൻ്റെ 20 മുതൽ 70 മില്ലി സെക്കൻഡും. ഒരു പാമ്പിൻ്റെ കൊത്ത് നമ്മൾ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വേഗത്തിലാണ് സംഭവിക്കുക. എന്നാൽ നമ്മുടെ പൂച്ച സാറിന് പാമ്പിൻ്റെ ചലനങ്ങൾ മുൻകൂട്ടി കാണാനും അതിനേക്കാൾ വേഗത്തിൽ മാറി നിൽക്കാനും സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പ് മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ പൂച്ച സാറ് അത് മാനത്ത് കാണും. അതുകൊണ്ട് പൂച്ചയെ കൊത്താൻ പാമ്പിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി പാമ്പിനെ പേടിയില്ലാത്തതിൻ്റെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ പൂച്ച സാറിൻ്റെ ഫാമിലി ജന്മന ഒരു വേട്ടക്കാരാണ്. അവരുടെ വേട്ടയാടൽ ജന്മസിദ്ധമാണ്, അതായത് പ്രിഡേറ്ററി ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. ചലിക്കുന്ന ഏതൊരു ചെറിയ വസ്തുവിനെയും വേട്ടയാടാനുള്ള ആഗ്രഹം നമ്മുടെ പൂച്ചയുടെ രക്തത്തിലുണ്ട്. പാമ്പിൻ്റെ ചലനം പൂച്ചയ്ക്ക് ഒരു കളിപ്പാട്ടം പോലെയോ അല്ലെങ്കിൽ ഒരു ഇരയെ പോലെയോ ആണ് അനുഭവപ്പെടുക. അതുകൊണ്ട് പാമ്പിനെ കാണുമ്പോൾ പേടിക്ക് പകരം അതിനെ പിടിക്കാനുള്ള ആവശ്യമാണ് നമ്മുടെ പൂച്ച സർക്കുള്ളത്. അതിനെ ചുമ്മാ എങ്ങനെ ഒരു കളിപ്പാട്ടം തട്ടിക്കളിക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കും. ഇനി പൂച്ച പാമ്പിനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൂച്ചകൾ ഒരിക്കലും പാമ്പിൻ്റെ മുന്നിൽ നിന്ന് നേരിട്ട് ഏറ്റുമുട്ടില്ല. അതൊരു പ്രത്യേക തന്ത്രമാണ്, അഥവാ സ്ട്രാറ്റജി എന്ന് പറയും. എന്താണ് ഇവിടെ അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, പാമ്പിന് ചുറ്റും ഓടിക്കൊണ്ട് അതിനെ ആശയക്കുഴപ്പത്തിലാക്കും. ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. പാമ്പ് കൊത്താൻ വരുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ മാറി നിന്നിട്ട് പാമ്പിൻ്റെ വാലിലോ അല്ലെങ്കിൽ തലയ്ക്കോ തിരിച്ചടിക്കും. പാമ്പിന് ക്ഷീണം തോന്നുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ ഒന്ന് മാറുമ്പോൾ പൂച്ച പാമ്പിൻ്റെ തല കടിച്ചു പിടിക്കും. ഈ രീതിയിലാണ് പൂച്ചകൾ പാമ്പിനെ കൊല്ലുക. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ 2 മത്തിത്തലയും കുറച്ച് പാലും കൊടുത്താൽ അവർ ബാക്കി അവരുടെ ഡ്യൂട്ടി നോക്കിക്കോളും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് യജമാനൊരു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ഈ കാണുന്ന പാമ്പിനെ എടുത്ത് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലോ കിടക്കിലോ ഒക്കെ കൊണ്ടൊക്കെ ഇടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പൂച്ചാണ്ടി സാറിനെ സൂക്ഷിക്കേണ്ടത് യജമാനൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഞാൻ ഈ വേളയിൽ അറിയിക്കുന്നു. പക്ഷെ എപ്പോഴും ഓർക്കുക, പൂച്ചയ്ക്ക് കീരിയെ പോലെ വിഷത്തിനെതിരെ പ്രതിരോധ ശേഷിയില്ല. അതുകൊണ്ട് എല്ലാ പൂച്ചകളും പാമ്പിനെ കൊല്ലാറില്ല. പാമ്പിനെ പേടിക്കാത്ത പൂച്ചകളും പാമ്പ് കടിയേറ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പൂച്ചകൾ പാമ്പിനെ കണ്ടാൽ അവരെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക.